കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറിയത് തന്നെയാണ് ഷാഫി പറമ്പലിനെതിരായ പോലീസിന്റെ നടപടി. ഷാഫിയുടെ മൂക്കിൽ ഉൾപ്പെടെ പരിക്കേറ്റു എന്നുള്ളത് തന്നെയാണ്. 3 ശസ്ത്രക്രിയകൾ നടന്നു, 3 പൊട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും, സംസ്ഥാനം ഒട്ടാകെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഷാഫി പറമ്പലിനെതിരായ പോലീസ് നടപടിയിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ UDF നേതൃത്വത്തിൽ വൈകിട്ട് 3 മണിക്ക് പ്രതിഷേധ സംഗമം നടക്കും. മൂക്കിന് പരിക്കേറ്റ ഷാഫി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു എംപിക്ക് പോലും അല്ല ഏത് തെണ്ടി പോലീസ് അത് നോക്കണം. ഏത് തെണ്ടി പോലീസ് നോക്കണം, ഒരു മര്യാദ വേണ്ടി നോക്കാം. മര്യാദ എന്ത് പറഞ്ഞത് ഇയാളെ ചോര പിടിച്ച ആരാണ് പറയാം. ഇതിൽ തോന്നിയ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കേസ് ഇതെല്ലാം വീഡിയോ ഉണ്ട്, ആരെല്ലാം ഇറങ്ങാനുള്ള വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് എനിക്കില്ല. അങ്ങനെ ഇത് കൊണ്ടിട്ട് ഒരാവശ്യമില്ലാണ്ട് ഞാൻ തിരിച്ചുവിടുകയാണെന്ന് അറിയാം, പദവിയെടുക്കുകയാണെന്ന് അറിയാം, ഞാൻ നോക്കിക്കോളാൻ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് മുത്തൂര് അപ്പോൾ ഇവിടെ മുത്തൂര് തിരിയുമ്പോഴേക്കല്ലേ ഇദ്ദേഹം അടിക്കുന്നത്. MP ഷാഫി പറമ്പിൽ പറയുന്നത് ആരാണ് തോന്നാ നിങ്ങള് ഷാഫി പറമ്പിലാണ് ആരാണത്? ആരാണത്? തോന്നിയ ഞങ്ങളൊക്കെ നോക്കി ആരൊക്കെ നമ്മുടെ വീട്ടിൽ തള്ളി അറിയില്ല. ഈ മർദ്ദനത്തിനും ചോരയുടെയും പിന്നിലെ കാരണം നിങ്ങള് സ്വർണ്ണക്കടത്ത് മറച്ചുവെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 2, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. 3, പോലീസിനോട് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഷാഫിക്കെതിരെ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം രാത്രി വരെ നീണ്ടുനിന്നു. കോഴിക്കോടും തിരുവനന്തപുരത്തും മാർച്ചിനിടെ സംഘർഷമുണ്ടായി. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് CPM UDF പ്രകടനത്തിലേക്കും പിന്നീട് സംഘർഷത്തിലേക്കും നയിച്ചത്. DYSP അടക്കം പോലീസുകാർക്കും പരിക്കേറ്റു. സനീഷ് കുമാർ ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി. അനീഷ്, ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്നലെ രാത്രിയിൽ തന്നെ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും, ഇപ്പോൾ കോഴിക്കോടാവട്ടെ, തിരുവനന്തപുരം, എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇന്നലെ രാത്രി തന്നെ രംഗത്തിറങ്ങുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ SFIയും KSU പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഇന്നത്തെ ദിവസം എത്രമാത്രം നിർണായകമാണ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇത് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രതിഷേധ സ്വഭാവം എങ്ങനെയായിരിക്കും?
ഹരി, ഇന്നലെ അർദ്ധരാത്രിയും അല്ലെങ്കിൽ പുലർച്ചെ വരെ നീളുന്ന പ്രതിഷേധമായിരുന്നു സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഉണ്ടായത്. കോഴിക്കോട്ടും പ്രകോപിതരായ പ്രവർത്തകർ ഈ ഫ്ലെക്സ് ബോർഡുകൾ തകർക്കുകയും ട്രാഫിക് ബാരിക്കേഡുകളും മറ്റും നശിപ്പിക്കുകയും കമ്മീഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. കമ്മീഷൻ ഓഫീസിന്റെ ഗേറ്റിനും മറ്റും തകരാർ സംഭവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വളരെ പണിപ്പെട്ടാണ് നേതാക്കൾ പ്രവർത്തകരെ ശാന്തമാക്കുകയും തിരിച്ചയക്കുകയും ചെയ്ത് ഇന്ന് രാവിലെ 9:30 നടക്കാവിലെ IG ഓഫീസിലേക്ക് UDF മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ ബഹുജന പങ്കാളിത്തം ഇന്നത്തെ മാർച്ചിൽ ഉണ്ടാകുമെന്നാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ അറിയിച്ചത്. ഇന്നലെ രാത്രിയായിട്ട് പോലും നിരവധി പേരാണ് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് തെരുവിൽ ഇറങ്ങിയത്. അതുകൊണ്ട് ഇന്നും ആ പ്രതിഷേധത്തിന്റെ വീര്യം കൂടും. കൂടുതൽ ആളുകൾ പ്രക്ഷോഭ രംഗത്ത് എത്തും. നേരത്തെ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ക്യാമ്പ് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ ക്യാമ്പ് ഉച്ചതിരിഞ്ഞെങ്കിലും നടക്കുമെന്നാണ് ഇന്നലെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ആ ക്യാമ്പ് പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഷാഫിക്ക് മർദ്ദനമേറ്റ വിഷയത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ DCCയും ഒരുങ്ങുകയാണ്. AICC നേതാവ് KC വേണുഗോപാൽ MP അടക്കമുള്ളവർ ഇന്നെത്തുന്നുണ്ട്. അദ്ദേഹമായിരുന്നു ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. എന്തായാലും KC വേണുഗോപാൽ അടക്കമുള്ളവർ കോഴിക്കോട് ജില്ലയിലേക്ക് ഇന്ന് എത്തുന്നുണ്ട്. KPC പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും എത്തും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പേരാമ്പ്രയിൽ വെച്ച് UDFന്റെ ഒരു മഹാപ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട്. ആ ചടങ്ങിലേക്ക് ഈ നേതാക്കളെല്ലാം എത്തും. രാവിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ IG ഓഫീസ് മാർച്ചിന് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയും SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ പേരാമ്പ്ര കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇരുവിഭാഗത്തിൻ്റെയും ഉണ്ടായിരുന്നു. ഇവരെ കാണാനെത്തിയ ചില പ്രവർത്തകർ തമ്മിൽ പരസ്പരം കയ്യേറ്റമുണ്ടാവുകയും പിന്നീട് ആ KSU വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഇന്ന് പുലർച്ചെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളുമൊക്കെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പേരാമ്പ്ര കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്ത് അവിടെ ചെയർമാൻ സീറ്റിലേക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം KSU സ്ഥാനാർത്ഥി വിജയിച്ചു. പിന്നീട് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും അത് സംഘർഷത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ പേരാമ്പ്രയിൽ പ്രാദേശിക ഹർത്താലിന് UDF പ്രവർത്തകർ ആഹ്വാനം ചെയ്തത്. ഈ ഹർത്താലിനിടെ CPM ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ പ്രമോദിനെ കയ്യേറ്റം ചെയ്തു എന്നാണ് ആരോപിക്കുന്നത്. ഈ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ചാണ് വൈകുന്നേരം LDF പ്രവർത്തകർ പേരാമ്പ്ര പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇതേസമയം തന്നെയാണ് മറുവശത്തു നിന്നും UDF പ്രവർത്തകരുടെ പ്രകടനവും എത്തിയത്. ഈ രണ്ട് പ്രവർത്തകരുടെ പ്രകടനങ്ങൾക്കും ഇടയിൽ പോലീസ് നിലയുറപ്പിക്കുകയും UDF പ്രവർത്തകരോട് ആ LDF പ്രവർത്തകർ നിൽക്കുന്ന വശത്തേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അനുവദിക്കണമെന്ന നിലപാടിലേക്ക് മാറിയ പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. തുടർന്ന് ഷാഫി പറമ്പിൽ MP ആണ് ഈ പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് ഷാഫി എത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾ ആ സ്ഥലത്തു നിന്നും മാറുകയുള്ളൂ എന്ന് UDF പ്രവർത്തകർ അറിയിച്ചു. എന്നാൽ പിന്നീട് ഷാഫി എത്തിയതോടുകൂടി പ്രവർത്തകരുടെ നിയന്ത്രണം കൈവിട്ടു പോവുകയും അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയും പോലീസുകാരുമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും കല്ലേറുണ്ടായതോടുകൂടിയാണ് തങ്ങൾ തിരിച്ചു പ്രതികരണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ MP അടക്കമുള്ളവർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ലാത്തി ചാർജ് നടത്തിയിട്ടില്ല, പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഷാഫിക്ക് എങ്ങനെ പരിക്കേറ്റു എന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. പോലീസിന്റെ വിശദീകരണം ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഈ ഒരു സംഘർഷം ഇത് കൂടുതൽ വ്യാപ്തിയിലേക്ക് ഈ പോലീസിന്റെ വിശദീകരണവും കൂടുതൽ ആവും എന്ന് തന്നെയല്ലേ കണക്കാക്കേണ്ടത്? തീർച്ചയായും പോലീസ് നൽകുന്ന വിശദീകരണം ഇപ്പോഴും തങ്ങൾ ലാത്തി ഈ MP-ക്കെതിരെ പ്രയോഗിച്ചിട്ടില്ല. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായി ഉള്ള അനുവദനീയ മാർഗങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. ഇനി ഈ ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ലാത്തിചാർജ് ചെയ്യുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുവിടൂ എന്ന ഒരു കാര്യവും പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നു. മറിച്ച് ഈ ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന മാർഗങ്ങളുണ്ട്, അത്തരം കാര്യങ്ങൾ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MP അടക്കമുള്ളവർ പറഞ്ഞിരുന്നു 6-7 റൗണ്ട് ഗ്രനേഡ് പ്രയോഗിച്ചു എന്നും മറ്റുമൊക്കെ പറയുന്നു. പക്ഷേ എന്തായാലും അവിടെ ഒരു സംഘർഷം നടന്നതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നു. ആരുടെ കയ്യിൽ നിന്നാണ് പരിക്കേറ്റത് എന്നത് സംബന്ധിച്ച വിശദമായ ഇനിയും കൂടുതൽ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ ആളുകളുടെ പക്കലുള്ളത് പുറത്തു വരുമെന്നാണ്. എന്തായാലും പോലീസ് ഇപ്പോഴും പറയുന്നത് MP-യെ പോലീസ് ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഈ CPM പ്രവർത്തകരാവട്ടെ അവർ മറുവശത്ത് ഏതാണ്ട് 100-200 മീറ്റർ അപ്പുറത്താണ്
തമ്പടിച്ചിരുന്നതെന്നാണ് CPM പറയുന്നത്. പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിച്ചാണ് തങ്ങൾ അവിടെ നിന്നത്. മറുവശത്തേക്ക് വരുന്നതിന് ഒരു നീക്കം നടത്തിയില്ല. പക്ഷേ UDF പ്രവർത്തകരാവട്ടെ ആ നിയന്ത്രണം ലംഘിച്ച് മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ബലപ്രയോഗം നടത്തിയത്. ഈ സംഘർഷവുമായി തങ്ങൾക്ക് ഒരു തരത്തിലും നേരിട്ട് ബന്ധമില്ല, പോലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് CPM പറയുന്നു. എന്തായാലും പോലീസുകാരുടെ അക്രമത്തിൽ തന്നെയാണ് പരിക്ക് പറ്റിയത് എന്ന് ഇന്നലെയും DCC പ്രസിഡന്റും TCDK MLA അടക്കമുള്ളവരും പറഞ്ഞിരുന്നു. എന്തായാലും പോലീസിനെതിരെയാണ് ഇപ്പോൾ പ്രധാനമായും ഈ പ്രവർത്തകരുടെ വികാരമുള്ളത്. ഇന്നലെ പോലീസിനെതിരെ തന്നെയാണ് പ്രവർത്തകരുടെ വികാരം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതോടൊപ്പം തന്നെയാണ് ഷാഫിക്കെതിരെ കേസും ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നത്. ഷാഫി പറമ്പിൽ MP-ക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിവരവും കൂടിയായിട്ട് ഈ സമയത്ത് കണക്കാക്കേണ്ടത്. അനീഷ്, ഷാഫിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? ഇപ്പോൾ KM അഭിജിത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഷാഫിക്കയുടെ സർജറി വിജയകരമായി പൂർത്തിയായി, അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റി എന്നുള്ള KM അഭിജിത്തിൻ്റെ പോസ്റ്റിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അതായത് ശസ്ത്രക്രിയ പൂർത്തിയായി എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഏകദേശം 3 പൊട്ടലുകളും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഷാഫിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? എത്ര ദിവസം ഒരു വിശ്രമം വേണമെന്നൊക്കെയാണ് ഡോക്ടർമാരുടെ ആവശ്യം? ഷാഫിയുടെ ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരുന്നു. ഞാനിപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത്. ഈ ആശുപത്രിയിലാണ് ഷാഫി ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ തന്നെ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. 3 പൊട്ടലുകൾ മൂക്കിൻ്റെ പാലത്തിൽ ഉണ്ട് എന്നാണ് ഇന്നലെ സ്കാനിങ്ങിൽ കണ്ടെത്തിയത്. തുടർന്ന് അടിയന്തരമായി തന്നെ ശസ്ത്രക്രിയ നടത്തുകയും അദ്ദേഹത്തിൻ്റെ മറ്റ് ഗുരുതരമായ പരിക്കുകളില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ചുരുങ്ങിയത് 5 ദിവസമെങ്കിലും പൂർണ്ണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ ഇന്നലെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൊതുപരിപാടികളിലോ മറ്റ് പ്രതിഷേധ പരിപാടികളിലോ ഒന്നും ഷാഫിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയാ നടപടികൾ കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള സന്ദർശകരെയും മറ്റുമൊക്കെ അനുവദിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ അണുബാധ കാര്യങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമായി തന്നെ പോകുന്നു. ഒരു ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. മൂക്കിനാണ് പ്രശ്നം. ഇന്നലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു, മൂക്ക് പൊട്ടി ചോര പിനിഞ്ഞു വരുന്ന ഷാഫി പറമ്പിലെയാണ് നമ്മൾ കണ്ടത്. അതുമായും ബന്ധപ്പെട്ട് അത് കഴിഞ്ഞു അദ്ദേഹം പ്രവർത്തകരോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞിട്ടാണ് പേരാമ്പ്രയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്നത്. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ, കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ മൂക്കിന് പൊട്ടലുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. 5 ദിവസം പൂർണ്ണ വിശ്രമമാണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ വിധിച്ചിരിക്കുന്നത്. ഹരി, അത് തന്നെയാണ്. അപ്പോൾ 5 ദിവസത്തെ വിശ്രമത്തിലേക്ക് ഷാഫി പറമ്പിൽ നീങ്ങുകയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം. എന്തായാലും ഷാഫിക്കെതിരെ കേസ് കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം. കേസിൻ്റെ ഡീറ്റെയിൽസ് വരും നിമിഷങ്ങളിൽ ഉടനെ തന്നെ അറിയുന്നതായിരിക്കും. എന്തായാലും ഷാഫിയുടെ ആരോഗ്യനില, അതായത് അടിയന്തരമായ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ 5 ദിവസത്തെ വിശ്രമം വേണമെന്നുള്ളതാണ് ആ ഒരു ഷാഫിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അനീഷ്, ഇന്നത്തെ സമരപരിപാടി അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിഷേധ സംഗമം നമുക്ക് അതിലേക്ക് പോവാം. ഇന്ന് വൈകിട്ട് 3 മണിക്ക് KC വേണുഗോപാൽ പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും. രാവിലെ തന്നെ IG ഓഫീസിലേക്ക് പ്രതിഷേധ പരിപാടി നടത്തും. സംസ്ഥാനം ഒട്ടാകെ തന്നെ KSU പ്രവർത്തകർ പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. MP-ക്ക് മേലാണ് കൈവച്ചിരിക്കുന്നത്. പോലീസിന്റെ നടപടി എന്നും പിണറായി സർക്കാർ ആയിരിക്കില്ല പോലീസിനെ നോക്കുന്നത് എന്നുള്ള DCC പ്രസിഡന്റിന് ഉൾപ്പെടെയുള്ള വാക്കുകൾ. കോൺഗ്രസ് പ്രവർത്തകരുടെ ഇന്നലെ തൊട്ടുള്ള രോഷം, നമ്മൾ ഇന്നലെ അർദ്ധരാത്രി തൊട്ട് കാണുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം, അല്ലെങ്കിൽ എറണാകുളം തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ, KSU കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ പ്രതിഷേധ പരിപാടി എങ്ങനെയാണ് കോൺഗ്രസ് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നത്, സംസ്ഥാനം ഒട്ടാകെ തന്നെ എങ്ങനെയായിരിക്കാം കോൺഗ്രസിൻ്റെ നടപടികൾ മുന്നോട്ട് പോവുക എന്നുള്ളത് സംബന്ധിച്ചും വിശദാംശങ്ങൾ ഉണ്ടാകും. രാവിലെ തന്നെ IG ഓഫീസിലേക്ക് തന്നെ മാർച്ച് നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അനീഷ്, അത് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രതിഷേധ പരിപാടികളെ സംബന്ധിച്ചിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 3 മണിക്ക്, അതാണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി, KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത പേരാമ്പ്രയിലെ ഒരു വലിയ സംഗമം, അത് എങ്ങനെ നടത്താനായിരിക്കും കോൺഗ്രസിൻ്റെ തീരുമാനം? ഹരി, നമുക്കറിയാം സമീപകാലത്ത് കോൺഗ്രസിലെ ക്രൗഡ് പുള്ളറായ ഒരു നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഷാഫി പറമ്പിൽ. പാലക്കാട്ട് നിന്നും
വടകരയിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയ ആ ദിവസം തന്നെ വലിയ വിസ്മയകരമായ പിന്തുണയാണ് UDF പ്രവർത്തകരുടെ, പ്രത്യേകിച്ചും ഈ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നൽകിയത്. KK ശൈലജ ടീച്ചർ എന്ന ഒരു LDFിലെ ഏറ്റവും സ്വീകാര്യ മുഖങ്ങളിൽ ഒന്നിനെയാണ് വടകരയിൽ ഷാഫി തറപറ്റിച്ചത്. അതോടുകൂടി പ്രവർത്തകരുടെ വികാരം ഏതാണ്ട് ഇരട്ടിയായി മാറുന്ന സാഹചര്യം. അതിനുശേഷം പിന്നീട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒന്നടങ്കം ആവേശം പകരുന്ന രീതിയിൽ തന്നെയാണ് വടകര MP എന്ന രീതിയിൽ അദ്ദേഹം നിലകൊണ്ടത്. ഒപ്പം ഈ CPM-നും DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ ഒരു എതിരാളി എന്ന രീതിയിലേക്ക് ഷാഫി പറമ്പിൽ മാറുകയും ചെയ്തിരിക്കുന്നു. പലപ്പോഴും ഇരുവരും തമ്മിലുള്ള ഒരു വാക്കേറ്റങ്ങളും ഈ പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ ഈ പേരാമ്പ്രയിലും ഏതാനും ആഴ്ചകൾക്ക് മുമ്പും ഈ നൈറ്റ് മാർച്ചിനിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഈ CPM-ഉം ഷാഫിയുമായി വലിയൊരു ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. CPM-ന്റെ സ്വാധീന മേഖലകളാണ് ഈ സ്ഥലങ്ങളൊക്കെ. പേരാമ്പ്ര അടക്കമുള്ള ഇടങ്ങളിൽ വലിയ സ്വാധീനമുള്ള ഇടങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ ഷാഫി വരുമ്പോൾ പലപ്പോഴും അതൊരു ഉരസലിലേക്ക് പരസ്പരം മാറുന്ന സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ യുവ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റെന്നറിഞ്ഞാൽ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ സംയമന പാത വെടിയും എന്നത് തന്നെയാണ് നമുക്ക് ഇന്നലെ നടന്ന പ്രതിഷേധങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. ഈ കോഴിക്കോട് മാത്രമല്ല, പലയിടങ്ങളിലും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തുമെല്ലാം രാത്രി തന്നെ പ്രവർത്തകർ വലിയ തോതിൽ സംഘടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും മുഖ്യമന്ത്രിക്കും പോലീസിനുമൊക്കെ എതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഇന്നലെ നടന്നത് പ്രതിഷേധ നടപടികളുടെ അവസാനമല്ല, തുടക്കം മാത്രമാണ് എന്ന് എല്ലായിടത്തും നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ വലിയ ജനസമുദ്രമായി മാറും എന്നാണ് ഇന്നലെ അവർ പറഞ്ഞത്. ഇന്നിപ്പോൾ IG ഓഫീസ് മാർച്ചിലേക്ക് പോലും വലിയ തോതിൽ ആളുകൾ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകുന്നേരം UDF-ന്റെ സംഗമം, പ്രതിഷേധ സംഗമം എന്നത് വലിയൊരു പരിപാടിയായി മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പ് വടകരയ്ക്ക് സമീപം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പ് പൂർണ്ണമായും ഒഴിവാക്കിയാണ് അവർ പേരാമ്പ്രയിലെ സംഭവങ്ങളുടെ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾക്കായി സമയം മാറ്റിവെച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ MP അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് സ്ഥലത്തുണ്ട്. അവരും ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു പ്രതിഷേധ യോഗമായി തന്നെ ഈ പേരാമ്പ്രയിലെ യോഗം മാറും. അത്തരത്തിൽ ഈ സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികളിൽ ഒരു അപ്രതീക്ഷിത ഊർജം ഈ ഷാഫി പറമ്പലിൻ്റെ അക്രമത്തിലൂടെ ഉണ്ടായത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പ്രതിഷേധങ്ങൾ ഒരു വശത്ത് അരങ്ങേറുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മറ്റൊരു വിഷയം കൂടി ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വലിയ സമ്മർദ്ദത്തിലേക്കും ഷാഫി പറമ്പിൽ നീങ്ങിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിരന്തരം ആരോപണങ്ങളുമായി CPM നേതാക്കൾ ഷാഫിയും രാഹുലിനെയും ഒക്കെ വേട്ടയാടുന്ന ഒരു സാഹചര്യം. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം നിയമസഭാ നടപടികൾക്ക് പോലും സുഗമമായി പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. രാവിലെ പുലർച്ചെ ആരും അറിയാതെ പോയി ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പാലക്കാട് MLA മാറിയ ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാം. അത്തരം ഘട്ടത്തിലൊക്കെ ഒരു വലിയ പ്രതിരോധത്തിലായിരുന്നു ഷാഫി പറമ്പിൽ. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു മറ്റൊരു കോൺഗ്രസിന് ഊർജ്ജം നൽകുന്ന ഒരു പ്രതിഷേധ പരിപാടികളായി ഈ പേരാമ്പ്രയിലെ സംഭവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് അനീഷ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് തന്നെയാണ്. ഷാഫി പറമ്പിൽ MP-ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന പേരിലും പോലീസിന് നേരെ കല്ലെറിഞ്ഞെന്നുമാണ് FIR-ൽ സൂചിപ്പിക്കുന്നത്. കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതും കൂടി ഷാഫിക്കെതിരെ കേസിൽ FIR-ൽ ചാർജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റിനെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ നിമിഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അനീഷ്, അതോടൊപ്പം തന്നെയാണ് പോലീസുകാർക്ക് 10 പോലീസുകാർക്ക് പേരാമ്പ്ര DYSPക്ക് ഉൾപ്പെടെ ആക്രമണം സംഭവിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ പോലീസുകാരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? പോലീസുകാർ ഇന്നലെ തന്നെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പേരാമ്പ്ര DYSP അടക്കമുള്ളവർക്കാണ് കല്ലേറിൽ പരിക്ക് പറ്റിയത്. 10 പോലീസുകാരും പേരാമ്പ്ര DYSP ഉള്ളത്. അവരുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോലീസുകാരെ ആക്രമിച്ചതിനെതിരെയാണ് ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസുകാർക്ക് നേരെ കല്ലെറിഞ്ഞു, അന്യായമായി സംഘടിച്ച് ഈ പൊതുമുതൽ നശിപ്പിച്ച അടക്കമുള്ള പലതരം വകുപ്പുകളാണ്, സാധാരണ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്
അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോഴും പറയുന്നത് പോലീസ് ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് ഒരു കയ്യേറ്റം നടത്തിയിട്ടില്ല. പോലീസിനെതിരെയാണ് വലിയ തോതിൽ കല്ലേറുണ്ടായത്. അതിനുള്ള ഒരു പ്രതികരണം മാത്രമാണ്, അല്ലാതെ ഈ MP യെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. MP യെ തിരിച്ചറിയാൻ കഴിയാത്തവരല്ല പോലീസ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഈ സംബന്ധിച്ച് ഇനിയും പുറത്തു വന്നേക്കാം. പ്രവർത്തകർക്കിടയിലുള്ളതോ അല്ലെങ്കിൽ പോലീസിനിടയിലൊക്കെ ഉള്ള ചിത്രങ്ങൾ, ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നേക്കാം. അതിൽ നിന്നും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസുകാരും ഈ UDF പ്രവർത്തകരെ പോലെ തന്നെ ആശുപത്രികളിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. യെസ്, അത് തന്നെയാണ്. കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ചിലപ്പോൾ ഇന്ന് പുറത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പോലീസ് ആക്രമിച്ചിട്ടില്ല എന്ന് പോലീസിന്റെ വാദം പറയുന്നു. പേരാമ്പ്ര DYSP ഉൾപ്പെടെ 10 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഷാഫി പറമ്പിൽ MPക്കെതിരെ ഇപ്പോൾ കേസും കൂടി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, കല്ലെറിഞ്ഞു. ഈ പോലീസിന് നേരെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് FIR-ൽ സൂചിപ്പിക്കുന്ന കാര്യം. ശക്തമായ പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇന്ന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വൈകിട്ട് 3 മണിക്കാണ് പ്രതിഷേധ സംഗമം നടക്കുന്നത്. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. സ്വർണ്ണപ്പാളി മോഷണ വിവാദം അത് നാളുകളായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടിയാണ്. കാരണം കണക്കെടുപ്പിനായി ഹൈക്കോടതി നിശ്ചയിച്ച ജസ്റ്റിസ് KT ശങ്കരൻ ഇന്ന് സന്നിധാനത്തെത്തുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക പാളികളും ജസ്റ്റിസ് KT ശങ്കരൻ പരിശോധിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും പരിശോധന നടത്തിയ ശേഷമാകും കോടതിയിൽ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുക. ശശിനാരായണനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശശി, പമ്പയിലെത്തി എന്നുള്ളതാണ്, ജസ്റ്റിസ് KT ശങ്കരൻ പമ്പയിലെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 11 മണിയോടുകൂടി അദ്ദേഹം സന്നിധാനത്തെത്തുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്നും നാളെയുമായിട്ട് വളരെ നിർണായകമായി മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MPക്കും കൂടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിൽ നിന്നും ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അതിനുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഡീവിയേഷൻ, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരപരിപാടിയിൽ ഒരു ആക്രമണം അതായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ 2 ദിവസങ്ങളും വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെയാണ് മന്ത്രി വാസവനെതിരെ BJP നടത്തുന്ന മാർച്ചും ഇന്ന് അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ സ്വർണ്ണപ്പാളി വിവാദം വലിയ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഭാഗമായി മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ശബരിമലയിൽ ഇത് സംബന്ധിച്ച് കണക്കെടുക്കുവാൻ കോടതി തന്നെ നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹം പമ്പയിലാണ് ഇന്നലെ രാത്രിയിലെത്തിയത്, വൈകിട്ടാണ് എത്തിയത്. എന്തായാലും ഇന്ന് സന്നിധാനത്ത് എത്തിച്ചേർന്ന സ്ട്രോങ് റൂം പരിശോധിക്കും. അത് പ്രധാനമായും സ്വർണം പൂശിക്കൊണ്ടുവന്ന ഈ ഓണ സമയത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ദ്വാരപാല ചിത്രങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോയത്, പിന്നീട് സ്വർണം പൂശി തിരികെ എത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായി അത് ആദ്യം പരിശോധിക്കും. പിന്നീട് അവിടുത്തെ മറ്റ് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിലായിരിക്കും നടത്തുക. ആ പരിശോധിച്ച ശേഷം ഇന്നും നാളെയുമാണ് പരിശോധന പ്രധാനമായി നടത്തുക. സ്വർണ്ണത്തിൽ കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കും സാഹചര്യത്തിലാണ് കൃത്യമായി പരിശോധന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായിരിക്കുന്നത്. അത് പരിശോധിച്ച ശേഷം ആറന്മുളയിലാണ് പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പത്തനംതിട്ട ശബരിമലയുടെ സ്ട്രോങ് ഉള്ളത്. ആ സ്ട്രോങ്ങിലെ കണക്കുകളും ഒക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ജസ്റ്റിസ് KT ശങ്കരൻ റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്നു. പത്തനംതിട്ടയിലടക്കം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ നിർണായകമായ ഒരു പരിശോധനയെന്ന് വേണമെങ്കിലും സ്വർണ്ണത്തിലുണ്ടായിരുന്ന കുറവുണ്ട്. അത് ഇവിടെ പോയി എന്നുള്ള കാര്യങ്ങൾ കൂടി കോടതി ചോദിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തുക ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പം റെക്കോർഡുകൾ, അതായത് മകസലുകൾ ഒക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് സ്വർണ്ണപ്പാളി പിന്നീട് ചെമ്പുപാളിയാകുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം ദേവസ്വം ബോർഡ് ജീവനക്കാരും മറ്റു ആളുകളൊക്കെ ഒപ്പിട്ടതാണ്. അപ്പൊ അതിലെല്ലാം ഉള്ള ചില പങ്കുകൾ ആളുകളുടെ ഈ കുറവുണ്ടായ കാര്യത്തിൽ ഇതിനകത്ത് അനധികൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധന നടത്തുന്ന കാര്യമാണ് പ്രധാനമായും ചെയ്യുക. എന്തായാലും സ്വർണ്ണപ്പാളി 9 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന സന്നിധാനത്ത് അദ്ദേഹം നടത്തും. 2 ദിവസമാണ്, ഇന്നും നാളെയുമാണ് അത് തുടരുക. ഞായറാഴ്ച ഉണ്ടാകും. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെത്തി അവിടെയും പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പിന്നീടുള്ള കാര്യങ്ങൾ വ്യക്തമാവുക. എന്തായാലും കോടതിക്ക് നിർദ്ദേശം നൽകുന്ന റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിക്കും. അതുപോലെ മാധ്യമങ്ങളെ കാണുന്നതിനും കോടതി ഒരു വിലക്ക് ഉണ്ട്. അദ്ദേഹത്തിന് ദൃശ്യങ്ങൾ മാത്രമായിരിക്കും ഒരുപക്ഷെ പകർത്താനാകുക. എറണാകുളത്ത് പോകുന്നതിനും മാധ്യമപ്രവർത്തകർക്ക് വിലക്കുണ്ട്. എന്തായാലും പമ്പയിൽ അദ്ദേഹം രാത്രിയിലാണ് എത്തിയത്. രാവിലെ 9 മണിയോടുകൂടി സന്നിധാനത്ത് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഈ നടപടിയിലൊക്കെ കടക്കാൻ കഴിയും.
യെസ്, അത് തന്നെയാണ് സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഹൈക്കോടതി നിശ്ചയിച്ച അമിക്കസ് ക്യൂറി KT ശങ്കരൻ ഇന്നും നാളെയുമായിട്ട് സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും. തിങ്കളാഴ്ച ആറന്മുളയിൽ പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുക. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കും. ഇവരെ ചോദ്യം ചെയ്തതടക്കമുള്ള നടപടികളിലേക്ക് വൈകാതെ അന്വേഷണ സംഘം കടക്കും. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിൽ 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ സ്വർണം എന്ത് ചെയ്തുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ S ശശിധരനാണ് കേസ് അന്വേഷിക്കുന്നത്. നമ്മൾ ദേശീയ തലത്തിൽ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ബീഹാറിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. NDAയുടെ സീറ്റ് വിഭജന പ്രഖ്യാപനം ഇന്നുണ്ടാകും. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂടുമാറ്റവും തുടരുകയാണ്. രാകേഷ് ചേരും വിശദാംശങ്ങളുമായി. രാകേഷ്, കഴിഞ്ഞ ദിവസം തന്നെ 2 സ്ഥാനാർത്ഥികളെയാണ് CPM മുന്നിട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇന്നലെ പത്രിക സമർപ്പിച്ചിരുന്നില്ല. ഇന്ന് എന്തൊക്കെയായിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്? ആദ്യഘട്ട പത്രിക സമർപ്പണത്തിന് ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഈ 2 മുന്നണികളുടെയും സീറ്റ് വിഭജന പ്രഖ്യാപനം നടന്നിട്ടില്ല. ഏതായാലും BJP ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. കാരണം 2 പാർട്ടികളാണ് പ്രധാനമായും NDAക്ക് അവിടെ തലവേദനയായി ഉണ്ടായിരുന്നത്. ഒന്ന് ചിരാഗ് പാസ്വാനും മറ്റൊന്ന് ജിതൻ റാം മാഞ്ചിയും. ഈ 2 നേതാക്കളും കൂടുതൽ സീറ്റുകൾ വേണമെന്നൊരു ആവശ്യം ആദ്യം മുതൽ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. നിലവിലൊരു ധാരണയനുസരിച്ച് JDU 102 സീറ്റുകളിൽ മത്സരിക്കും, BJP 101 സീറ്റിൽ മത്സരിക്കും. ചിരാഗ് പാസ്വാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് 45 സീറ്റാണ്. 25 മുതൽ 26 സീറ്റ് വരെ ചിരാഗ് പാസ്വാന്റെ LJPക്ക് നൽകും. ജിതൻ റാം മാഞ്ചിയുടെ HIMന് 7 മുതൽ 8 സീറ്റ് വരെ നൽകും. ഉപേന്ദ്ര കുശ്വാഹയുടെ RLMന് 5 മുതൽ 6 സീറ്റുകൾ. ഇതാണ് ഇപ്പോൾ നിലവിൽ NDAയിൽ ധാരണയിലെത്തിയിരിക്കുന്നത്. ഒപ്പം BJPക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇതിന്റെ നിർണായക ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ നടക്കും. പ്രത്യേകിച്ച് JP നഡ്ഡയുടെ സാന്നിധ്യത്തിലായിരിക്കും നേതാക്കൾ യോഗം ചേരുക. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇന്നലെ പ്രധാന നേതൃത്വത്തിൽ ഒരു നിർണായക കൂടിക്കാഴ്ച നടന്നിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഡൽഹിയിൽ ഏതായാലും കോർ കമ്മിറ്റി ചേരുന്നത്. സ്വാഭാവികമായി ഇനി പാർലമെന്ററി ബോർഡ് ചേരേണ്ടതുണ്ട്. പാർലമെന്ററി ബോർഡായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്യുക. മറുവശത്ത് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പ്രഖ്യാപനം നടന്നിട്ടില്ല. പ്രത്യേകിച്ച് മുകേഷ് സൈനിയുടെ VIP അവർ 40 സീറ്റുകൾ ആവശ്യപ്പെടുന്നു. ഇതാണ് ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്. പക്ഷെ അവർക്ക് 20 സീറ്റ് വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് RJDയും കോൺഗ്രസും. എന്തായിരിക്കും ഇനി മുകേഷ് സൈനിയുടെ നിലപാട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും പ്രഖ്യാപനത്തിലേക്ക് ഇന്ത്യ സഖ്യം കടക്കുക. ഏതായാലും CPM അടക്കമുള്ള പാർട്ടികൾ ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളോട് സിറ്റിംഗ് MLAമാരോട് പത്രിക നൽകാൻ തയ്യാറായിരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വൈകാതെ ഒരു പ്രഖ്യാപനത്തിലേക്ക് മഹാസഖ്യവും കടന്നേക്കും. ഏതായാലും വോട്ടെടുപ്പ് അടുത്തോടുകൂടി 2 മുന്നണികളിൽ നിന്നും നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ്. കൂടുതൽ നേതാക്കൾ ഇപ്പോൾ എത്തുന്നത് RJDയിലേക്കാണ്. കാരണം ഇന്നലെ 4 പേരാണ് JDU വിട്ട്, JDUവും ഒപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ LJPയും വിട്ട് RJDയിൽ എത്തിയത്. അതോടൊപ്പം തന്നെ ഒരു സിറ്റിംഗ് MLA, RJDയുടെ സിറ്റിംഗ് MLAയും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിപ്പോൾ JDUവിൽ ചേരാൻ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ വോട്ടെടുപ്പ് അടുത്തോടുകൂടി 2 മുന്നണികളിൽ നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ്. കൂടുമാറ്റവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഇന്നോ നാളെയോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. 18 ജില്ലകളിലായി 121 സീറ്റുകളിലേക്കാണ് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. 17 തീയതി വരെ പത്രിക സമർപ്പിക്കാം. 20-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സഹകരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ അഫ്ഗാനും ഇന്ത്യ ശ്രമിക്കുന്നു എന്ന സൈനിക വക്താവ് മേജർ ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി ഇസ്ലാമാബാദിൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം അഫ്ഗാനികളുടെ ധൈര്യം പരീക്ഷിക്കരുതെന്ന് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനി നമ്മൾ US കടക്കുകയാണ്. US സ്ഫോടക വസ്തു നിർമ്മാണ പ്ലാന്റിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒട്ടേറെ പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. നിരവധി പേരെ കാണാനില്ല. ടെനസിയിലെ ഹിക്മാൻ കൗണ്ടിയിലെ അക്യുറേറ്റ് എനർജറ്റിക് സിസ്റ്റത്തിലാണ് സ്ഫോടനം ഉണ്ടായതായി മനസ്സിലാക്കുന്നത്. പ്ലാന്റിന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിവാക്കി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.
വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ദാരുണമായ സംഭവം തന്നെയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഹരി, ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. വലിയ സ്ഫോടനമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടെ നിരവധി പേർ ഈ ഒരു സ്ഫോടനത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം. എത്ര പേർ മരിച്ചു എന്നുള്ള കണക്കുകളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് പരിശോധിച്ചു വരികയാണ് എന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ ഡിഫൻസിന് ഒക്കെ ഈ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്ലാന്റിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ സ്ഫോടനം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോയത്. എന്താണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തായാലും ആ മേഖലയിൽ ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സമീപത്തുള്ള ആളുകളെയൊക്കെ മുഴുവൻ പേരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷം ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു വ്യാപ്തി, ഇത് എത്രത്തോളം വലിയ ദുരന്തമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പൊടുന്നനെയും ഈ പ്ലാന്റിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ തീ പടരുകയായിരുന്നു. തുടർന്ന് വലിയ ഉഗ്ര ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയും അത് മറ്റ് മേഖലകളിലേക്ക് കൂടി പടർന്നു പിടിക്കുകയും ചെയ്യുകയാണ് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥർ പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒട്ടനവധി പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആരൊക്കെയാണ് താമസിച്ചിരുന്നത് അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരുടെ മക്കളെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളുമായി മറ്റ് മാതാപിതാക്കളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. മറ്റുള്ളവരെ കാണുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചില പരാതികളും ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഒരു വ്യക്തമായ ഒരു ചിത്രം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത്? ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണോ ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ പരിശോധനയിലൂടെ ഫോറൻസിക് പരിശോധനയിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും അവിടുത്തെ ഈ സമീപ പ്രദേശത്തു നിന്നുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഈ ബ്ലാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. മൃതദേഹങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ കത്തിയമരുകയും ചെയ്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ തീ പടരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു രാത്രിയിലൊക്കെ ഉണ്ടായത്. അതൊക്കെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഹരി, യെസ്, അത് തന്നെയാണ് സാഹചര്യം. വരും മണിക്കൂറുകൾ വളരെ നിർണായകവും കൂടിയാണ് എന്നുള്ളത് വേണം കണക്കാക്കാൻ. എന്തായാലും അതീവ ദാരുണമായ സംഭവം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭിക്കേണ്ടതുണ്ട്. വെടിനിർത്തൽ കരാറിൽ പ്രാബല്യത്തിൽ വന്നതോടെ തെക്കൻ മേഖലയിൽ നിന്ന് 10,000-കണക്കിന് പലസ്തീനികൾ ഗാസ സിറ്റിയിലേക്ക് മടങ്ങി വരികയാണ്. ബന്ദികളെ കൈമാറാൻ ഹമാസിനുള്ള 72 മണിക്കൂർ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഇസ്രായേലിൽ എത്തും. And what will be your message to the Knesset when you speak to them? Well, he wanted it. You know, it's been a long time. He's been fighting a long time. He's been fighting hard. He wanted it. It's a great deal for Israel, but it's a great deal for everybody, for Arabs, for Muslims, for everybody, for the world. And as you know, on Monday the hostages come back. They're getting them now. I mean, they're getting them now. They're in some pretty rough places under earth. They're in some pretty rough places where only a few people know where they are, in some cases. So they're getting them, and they're also getting the bodies, approximately 28 bodies. And some of those bodies are being unearthed right now as we speak. I mean, they're working on it right now as we speak. It's a tragedy. It's a tragedy. No, he was very happy with it. And I can tell you that I saw Israel dancing in the streets, but they were dancing in Qatar and Saudi Arabia and UAE and many, many countries. I saw Egypt. They were dancing. I'll be going to Israel. I'll be speaking at the Knesset, I think, early on. And then I'm also going to Egypt. They were terrific. But all of the countries were great. Indonesia was great. Jordan was great. They were all great. Everybody wants this deal to happen. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ പലസ്തീനികൾ ഗാസയിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ്. 72 മണിക്കൂറാണ് സമയപരിധി, ബന്ദികളെ കൈമാറാനുള്ള സമയപരിധി. തിങ്കളാഴ്ച അവസാനിക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. മിഥുൻ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. മിഥുൻ, പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഗാസയിലേക്ക് അവർ മടങ്ങിയെത്തുന്ന ഒരു കാഴ്ച, അതോടൊപ്പം തന്നെ സമയപരിധി എന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടവും കൂടിയുണ്ടല്ലോ. എന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ.
ഹരി, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിങ്കളാഴ്ച തന്നെ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ്. അത് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെ വെച്ചാണ് ഈ ബന്ദികളെ കൈമാറുന്നത്, അതിന് ഇടനില നിൽക്കുന്നത് റെഡ് ക്രോസ് അടക്കമുള്ള സംഘടനകളാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള ബന്ദി കൈമാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന് ഇടനില നിന്നത് റെഡ് ക്രോസ് അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ തന്നെയായിരുന്നു. ഒപ്പം തന്നെ അതിന് കൃത്യമായ സമയം നിശ്ചയിക്കും. ഒപ്പം തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക ഇടം നിശ്ചയിക്കുകയും ചെയ്യും. അത് വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും തിങ്കളാഴ്ച തന്നെ ഈ ബന്ദി കൈമാറ്റം നടക്കുമെന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഗാസയിൽ സമാധാനം അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ ഒരു ആക്രമണവും ഗാസയിൽ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും വളരെ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലസ്തീൻ ജനത ഗാസയിൽ നിന്ന് പലരും പലായനം ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരികെ വരുന്ന ഒരു സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവരൊക്കെ തിരികെ ഗാസയിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി പാലിക്കണമെന്നുള്ള ചില ഉപാധികൾ നേരത്തെ ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആശാവകമായിട്ടുള്ള കാര്യം. അതിനിടെ ഇനി രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സമയം ഒക്കെ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ 20 ദിന പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് അത് കൃത്യമായി പാലിക്കാൻ ഇരുവരും തയ്യാറായതോടുകൂടിയാണ് ഇന്നലെ ഈ വെടിനിർത്തലും ഒപ്പം തന്നെ ആദ്യഘട്ട കരാറിൽ പറഞ്ഞതുപോലെയുള്ള ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഇതിന്റെ പിന്നാലെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ US-ന്റെ സൈനികരെ 200 സൈനികരെ ഈ ഗാസയുടെ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. അത് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള US-ന്റെ ട്രൂപ്പുകളെയാണ് ഈ ഒരു മേഖലയിൽ വിന്യസിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലിന് പിന്തുണ നൽകുക, മറ്റൊന്ന് ഗാസയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക. ഒപ്പം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കരാർ അത് ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സേനയായിരിക്കും നിരീക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെക്കാലത്തെ രക്തച്ചൊരിച്ചിലിനൊടുവിൽ ഗാസ സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വളരെ ആഘോഷകരമായിട്ടായിരുന്നു അവരുടെ ജനങ്ങൾ ഈ ഒരു പ്രഖ്യാപനത്തെ സ്വീകരിക്കുകയും ചെയ്ത് കുട്ടികളടക്കമുള്ളവർ വളരെ ആഹ്ലാദ പ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അവർക്ക് ഉണ്ടായിട്ടുള്ള വേദനകൾ അതെല്ലാം ഉള്ളിലടക്കിക്കൊണ്ട് തന്നെയായിരുന്നു അവർ ഈ ഒരു പ്രഖ്യാപനത്തെ അവർ വരവേൽക്കുകയും ചെയ്തത്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള ബോംബിങ്ങുകളോ അല്ലെങ്കിൽ വെടിവെച്ചുകളോ ഒന്നും കേൾക്കാതെ തങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്നുള്ള പ്രത്യാശയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അടുത്ത രണ്ടാം ഘട്ട ചർച്ചകളിലേക്കാണ് ഇനി കടക്കേണ്ടതായിട്ടുള്ളത്. അതാണ് നിർണായകമായിട്ടുള്ള ഘട്ടം. അവിടെയാണ് സാഹചര്യം. രണ്ടാം ഘട്ട ചർച്ചകൾ അത് എപ്പോഴായിരിക്കും എന്നത് സംബന്ധിച്ച് ധാരണകൾ വരണം. പക്ഷേ ഒന്നാം ഘട്ട ചർച്ചകൾ വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുക തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബന്ദി കൈമാറ്റവും ഉടൻ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇതിനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഒരു അതിഥിയിലേക്ക് പോവുകയാണ്. സിനിമാ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഒന്ന് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മീനാക്ഷി, അനൂപ്, ഇന്ദ്രൻസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പ്രൈവറ്റ് എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. ചിത്രത്തിൻ്റെ വിശദാംശങ്ങൾ ഒക്കെ ആയിട്ട് പങ്കുവയ്ക്കാൻ മീനാക്ഷി തന്നെ എന്നോടൊപ്പം ചേരുകയാണ്. മീനാക്ഷി എല്ലാവരും സുപരിചിതം തന്നെയാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് വലിയ മുഖവരവും നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ഹായ് മീനാക്ഷി. ഹായ്, വെൽക്കം ടു ന്യൂസ് 18. ഹലോ ചേട്ടാ, നമസ്കാരം. ഹലോ. എന്തായാലും മീനാക്ഷി, എനിക്ക് ആദ്യം തന്നെ തുടങ്ങാനുള്ളത്, ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ മീനാക്ഷി ഇട്ടിരുന്നൊരു പോസ്റ്റാണ് എനിക്കിത് സംസാരിക്കാനുള്ളത്. അതായത് സിനിമ എന്തെന്നും എങ്ങനെയെന്നും ഒക്കെ അറിയാം, അതിമനോഹരമായ ഒന്നാണ്, പക്ഷേ എടുത്തവർക്ക് സംഗതി എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ളതാണ് മീനാക്ഷിയുടെ ആ ഒരു പോസ്റ്റ്. എനിക്ക് ആ ഒരു പോസ്റ്റ് സത്യം പറഞ്ഞാൽ അത് വിഷമം കൊണ്ടുള്ള പോസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പ്രൊമോഷൻ, അതായത് അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി എത്രമാത്രം വലുതാണ്, എത്രമാത്രം വേണ്ടപ്പെട്ടതാണ്? അതെ, ഇത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സിനിമകൾ ഇങ്ങനെ ദിവസേന ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ പ്രൈവറ്റ് വളരെ കഷ്ടപ്പെട്ട് എന്നാൽ കണ്ടവരെല്ലാം റിവ്യൂവിന്റെ സമയത്താണെങ്കിലും ഒരുപാട് നല്ല അഭിപ്രായം, അതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാമറയെ പറ്റിയും ഡയറക്ഷനെ പറ്റിയും മ്യൂസിക്കിനെ പറ്റിയും അങ്ങനെ ഓരോന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരുന്ന അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അങ്ങനെ വലിയ കഥാകാര്യങ്ങൾ അങ്ങനെയൊന്നും പറയാനില്ലെങ്കിലും എല്ലാവർക്കും കണ്ടിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള, അങ്ങനെ വലിയ ആഭ്യന്തര സംഭവങ്ങളൊന്നും അല്ല, പക്ഷെ
ഈ പറയുന്ന പോലെ ഒരു സ്ട്രോങ് പൊളിറ്റിക്സ് ഉണ്ട് പ്രൈവറ്റില്. അതുകൊണ്ട് സെൻസറിന്റെയും ഒക്കെ ഇഷ്യൂസ് പ്രൈവറ്റിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടിറങ്ങുമ്പോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അപ്പം നമുക്കിത് അറിയാൻ പറ്റണല്ലോ. ഇതിന്റെ കുഞ്ഞു കുഞ്ഞു ട്രെയിലറും കാര്യങ്ങളും ഒക്കെ വന്നപ്പം എല്ലാവരും എന്നെ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ വന്ന് ചോദിക്കുന്ന കാര്യം ഇത് ഏതാ സിനിമ, ഇത് എവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ആർക്കും അറിയില്ല ഇത് എന്നാണ് റിലീസ് എന്നോ ഇത് എവിടെയാണ് ഏത് തിയേറ്ററിലാണ് ഉള്ളതെന്നോ ഒന്നും അറിയില്ല. അപ്പൊ ഒരു 2 or 3 മാക്സിമം ഒരു 3 ഇന്റർവ്യൂ മാത്രമായിരുന്നു പ്രൈവറ്റിന്റെ ഒരു പ്രൊമോഷൻ സൈഡ് എന്ന് പറയാനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും FB പോസ്റ്റുകളും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ അതിലൂടെ ഇപ്പൊ വന്നിരിക്കുന്നതെല്ലാം കണ്ടറിഞ്ഞ് അങ്ങോട്ട് പോയി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കണ്ട ആൾക്കാരാണ്. അപ്പം അവരുടെ റിവ്യൂ നമുക്ക് കൂടുതൽ വിലപ്പെട്ടതാണ്. കാരണം നമ്മൾ പറഞ്ഞ് നിർബന്ധിച്ചു വിട്ടതിനെ കഴിഞ്ഞും അവര് പോയി കണ്ട് നമുക്ക് വേണ്ടി പോയി കണ്ട ആൾക്കാരാണ്. അപ്പം അതിലിങ്ങനെ ഇത്രയും നല്ല റിവ്യൂസ് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മീനാക്ഷി, പക്ഷെ ഇപ്പൊ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, സെൻസർ ഇഷ്യൂ ഉണ്ടായി എന്നുള്ളത്. ഇപ്പം ഷെയ്ൻ ചിത്രത്തിന് ഇപ്പൊ ഹാളിൽ തന്നെ ഇപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഹിയറിങ്ങുകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സിനിമ എങ്ങനെയാണ് സെൻസർ ബാധിച്ചിട്ടുള്ളത്? കാരണം ഇപ്പോൾ ഒരു തർക്കം പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ സെൻസർ ഇഷ്യൂ എന്ന് പറയുമ്പോഴേക്കും ഈ സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്, അത് ഈ സിനിമയുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് അവർ കട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് തരില്ല തുടങ്ങി നിരവധി സംശയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമയുടെ കോണ്ടന്റ് ഇപ്പോൾ കുറച്ച് പൊളിറ്റിക്കൽ ആണ് എന്ന് സംസാരിക്കുന്നുണ്ട്, ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴേക്കും അതാണോ ഈ സെൻസർ ഇഷ്യൂവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നത്? എനിക്ക് ഇതിനെപ്പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള നോളജേ ഉള്ളൂ. ഈ സെൻസറിങ്ങിനെ പറ്റിയും നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയ സെൻസറിങ്ങിനെ പറ്റിയും ഒക്കെ എല്ലാവർക്കും അറിയുന്ന പോലുള്ള അറിവുകളെ എനിക്കുള്ളൂ. അപ്പൊ എനിക്കതിനെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. എങ്കിൽ പോലും ഇതിന്റെ കണ്ടന്റ് ബേസ് ചെയ്ത് തന്നെയാണ് സെൻസറിങ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ പല സീൻസും ഇപ്പം അതിൽ വന്നിരിക്കുന്ന ഒഴിവാക്കാൻ പറ്റാത്ത സീനുകളിൽ മ്യൂട്ടും ഒക്കെയാണ് ഇപ്പം പ്രൈവറ്റിലുള്ളത്. അപ്പോ അത് നമുക്ക് കൺവേ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ അത് എഡിറ്റിംഗിലും കാര്യങ്ങളിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയ വളരെ മിനിമൽ ആയിട്ടുള്ള വേർഡ്സ് പോലും ഇതില് മ്യൂട്ടും പിന്നെ സീൻ കട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്, പ്രൈവറ്റിലും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മള് ഷെയ്ൻ ചേട്ടന്റെ മൂവിനെ പറ്റി പറഞ്ഞ പോലെയൊക്കെ തന്നെ നമ്മളുടെ മൂവി മാത്രമല്ല ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നത്. ഇപ്പം വന്ന ഒരുപാട് സിനിമകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രൈവറ്റും കോർട്ടിലൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ഓഗസ്റ്റിലേക്കായിരുന്നു ഇതിന്റെ റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പ്രൊമോഷൻ ഒരു പരിധി വരെ അതോടും കൂടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം അപ്പത്തേക്ക് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളെല്ലാരും പോസ്റ്ററും കാര്യങ്ങളും എല്ലാം ഈ ഓഗസ്റ്റിലേക്കാണ് ചെയ്തിരുന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ, പ്രതീക്ഷിക്കാതെ ഒരു ഇഷ്യൂ വന്നപ്പോ അങ്ങനെ അത്ര വലിയ സംഭവം നമ്മളും പ്രതീക്ഷിച്ചില്ല. ഇതിനിങ്ങനെ സെൻസറിങ് വരുന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് വന്നപ്പോ ഡേറ്റ് മാറ്റേണ്ടി വന്നു. മൊത്തത്തിൽ ആദ്യം മുതൽ നമ്മൾ പിന്നെയും ഒരു റീ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വന്നല്ലോ. അപ്പൊ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ ഓഗസ്റ്റിന് എനിക്ക് തോന്നുന്നു August 1 ഈ സിനിമ റിലീസ് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു. ആദ്യം തോന്നി, കൃത്യമായിട്ട് ഓർക്കുന്നില്ല, August 1 അതെ, ഈ ഓഗസ്റ്റ് ഞാനും വായിച്ചറിഞ്ഞതും അങ്ങനെയാണ്, August 1 ഞാൻ മനസ്സിലാക്കുന്നത്. സെൻസർ ഇഷ്യൂ കാരണമാണോ ഇത് തള്ളി നീക്കപ്പെടുന്നത് ഇന്ന് ഒക്ടോബർ? ഉറപ്പായിട്ടാണ്. അതെ അതെ അതെ, സെൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും റിലീസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലെ കുറെ സീൻ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മൾ പറയാം, ഇത് പ്രൈവറ്റ് എന്ന് പറയുന്നത് വളരെ അളന്നു നോക്കി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത കുറെ ഡയലോഗ്സുകളോ കുറെ സീനുകളോ ഒന്നും ഇതിലില്ല. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാൻ പറഞ്ഞാലും ഇത് എവിടുന്ന് കട്ട് ചെയ്താലും ആൾക്കാർക്ക് ഈ വിഷയം മനസ്സിലാവാതെ വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ചെയ്ത സമയത്ത്, ഇങ്ങനെ ഒരു സെൻസർ വന്ന സമയത്ത് ഇതിലെ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച പോലും ഇല്ലാത്ത കുറെ സീനുകള് ചെയ്യേണ്ടതായിട്ടും മ്യൂട്ട് ചെയ്യേണ്ടതായിട്ടും വന്നത്. അതിപ്പം കണ്ടിറങ്ങിയ ആൾക്കാർക്ക് മനസ്സിലാവും. കുറെ പേര് നമ്മളുടെ അടുത്ത് ആദ്യം തിയേറ്ററിൽ നിന്ന് തന്നെ ചോദിച്ചത് അതെന്തിനാ അവിടെ മ്യൂട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കും അതിന് പറയാൻ കൃത്യമായിട്ടൊരു ആൻസർ ഇല്ല. ഏതൊക്കെ വാക്കുകളാണ് മ്യൂട്ട് ചെയ്തേക്കുന്നത്? ഞാൻ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അത് നമുക്ക് ഡയറക്ടർ ചേട്ടന്റെ അടുത്ത് കറക്റ്റ് ആയിട്ട് ചോദിക്കേണ്ടി വരും. കാരണം എനിക്ക് പോലും അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്തായിരുന്നു അവിടെ പറഞ്ഞിരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടുന്നില്ല. പക്ഷെ അതിന്റെ കണ്ടന്റ് ഇപ്പൊ എഡിറ്റിംഗ് വൈസിലൂടെ റീ എഡിറ്റ് ചെയ്ത് മിക്സിംഗിലും ഒക്കെ അവർക്ക് അത് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അല്ല, ഈ സിനിമയിൽ തീവ്ര ഇടത് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സെൻസർ ബോർഡ് ഈ ഒരു വിഷയം സംബന്ധിച്ചിടത്തോളാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ തീവ്ര ഇടത് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ പേരിലാണോ നിങ്ങൾക്ക് ഈ ഒരു റിലീസ് ഡേറ്റ് ഉൾപ്പെടെ മാറ്റിവെക്കുക, അതും 2-3 മാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തള്ളി നീക്കപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ലല്ലോ. അതെ, ഇതിനെ പറ്റി കുറച്ചുകൂടെ സീരിയസ്നെസ്
ഓടുകൂടി സംസാരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ക്രൂവിലുള്ള നമ്മുടെ ദീപക്കേട്ടൻ ഡയറക്ടറിനോടോ അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസറിനോടോ ഒക്കെ സംസാരിക്കേണ്ടി വരും. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ പുറകെ നടന്നിട്ടുള്ള ആൾക്കാരും. എനിക്കും നമുക്ക് ഒരുമിച്ച് അറിയുന്നത് പോലെ റിലീസ് ഡേറ്റ് മാറ്റി. അപ്പൊ ഇതിന്റെ ആ സൈഡിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പടം കംപ്ലീറ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനം പൊളിച്ചു മാറ്റേണ്ടി വന്നു. പല സ്ഥലങ്ങളിലും നമുക്ക് പല വാക്കുകളും ഇടാൻ പറ്റില്ല എന്നറിഞ്ഞ് അത് മാറ്റി അവിടെ മ്യൂട്ട് കൊടുക്കുക. അത് നമുക്ക് റീഡബ് ചെയ്യാൻ പോലും പറ്റിയില്ല, അത് മ്യൂട്ട് തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വന്നിട്ടുള്ളത് അവർക്കാണ്. അപ്പം അവരോട് സംസാരിച്ചാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് സത്യമാണ്. കാരണം ഇത് റിലീസ് ഡേറ്റ് ഈ പറഞ്ഞ പോലെ ഇത്രയും നാളത്തേക്ക്, കാരണം ഇത്രയും നാളും സെൻസറിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് എങ്ങനെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കോർട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവര് ഓടി ഓടി നടക്കുമായിരുന്നു എന്നാണ് എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത്. അല്ല, ചിലപ്പോൾ മീനാക്ഷിക്ക് ഇത് പറയാൻ സാധിക്കുമല്ലോ, നിങ്ങളുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് സ്ക്രീനിന്റെ പകുതി ഭാഗം നിങ്ങൾ ഗാസയിലെ പിടഞ്ഞു വീണ് മരിച്ച ഇന്നസെന്റ് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങളത് ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിട്ടാണ് നിങ്ങളത് കൊണ്ടുവന്നത്. അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടിയുണ്ട്. അതിനിടയിലാണ് നിങ്ങളുടെ കോണ്ടന്റും സംസാരിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നത് തന്നെയാണോ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, സിനിമയെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലും കൂടി ഇത് വരുന്നത് കൊണ്ടാണ് ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തി കയറുന്നത്. അതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. പല ആൾക്കാരും ആ സോങ് പുറത്തു വന്നതോട് വിചാരിച്ചിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് പ്രൈവറ്റ് സംസാരിക്കുന്നതെന്നാണ്. പ്രൈവറ്റിൽ ഉറപ്പായിട്ടും ഒരു സ്ട്രോങ് പൊളിറ്റിക്സ് ഉണ്ട്. അത് അതിന്റെ ഡയറക്ടറുടെ പൊളിറ്റിക്സ് ആണ്. അപ്പം നമുക്കതുമായിട്ട് യോജിക്കാതിരിക്കാം. അത് ഓഡിയൻസിന്റെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ അഭിനയിച്ച ആളാണ്. എനിക്കും ഇതേ ചോയ്സ് ആണ്. ഞാനതിൽ അഭിനയിച്ച ആ പൊളിറ്റിക്സ് കൺവേ ചെയ്യുക എന്നല്ലാതെ എനിക്ക് അതിനോട് വേണമെങ്കിൽ യോജിക്കാതിരിക്കാം. അങ്ങനെയാണ് അല്ലെ? അപ്പൊ ഈ പ്രൈവറ്റിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന സോങ് അതിന്റെ ഡയറക്ടറുടെ ഇഷ്ടം കൊണ്ട് റിലീസ് ചെയ്തിരുന്ന ചേട്ടൻ അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ടീം അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സാധനമാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ഥലത്തും ഭരിക്കുന്നത് കുട്ടികളാണ്. അപ്പം ബുദ്ധിമുട്ടുകൾ രണ്ടുപേർക്കും ഉണ്ട്. അങ്ങനെ ഒരാളുടെ സൈഡ് പിടിച്ച് വർത്താനം പറയുക അല്ലെങ്കിൽ സിനിമ മുന്നോട്ട് പോവുക എന്നതിനപ്പുറം അത് അതിന്റെ ഡയറക്ടറുടെ സൈഡിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. ആ പാട്ടുമായിട്ട് അല്ലെങ്കിൽ അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിറിക്കൽ വീഡിയോയുമായിട്ട് പ്രൈവറ്റിന് യാതൊരുവിധ സമയവും ഇല്ല. അതിപ്പം പ്രൈവറ്റിൽ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ നമ്മൾ ഇതിലൂടെ ഈ പാട്ടിലൂടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതും പ്രൈവറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അല്ല, പലരും ഉൾപ്പെടെ സൂചിപ്പിച്ചത് ഇതൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിലേക്കാണോ മാറിയിരുന്നതെന്ന് ചോദ്യം വന്നിരുന്നത്. പ്രൈവറ്റില് പ്രൊമോഷൻ ആക്ടിവിറ്റി നമ്മൾ നേരത്തെ, അങ്ങനെയാണെങ്കിൽ ഇത് പലരും നേരത്തെ അറിഞ്ഞാല് സിനിമ ഇത് ഉണ്ട് എന്നുള്ളത്. അപ്പം പലർക്കും ഇത് എവിടെയാണെന്നോ എന്താണെന്നോ പോലും അറിയാത്തൊരവസ്ഥ ഉണ്ട്. അങ്ങനെ രാവണപ്രഭുവിന്റെ തരംഗം സിനിമയെ ബാധിച്ചിട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിയുമ്പോൾ രാവണപ്രഭുവിന്റെ റീ റിലീസ് ഒക്കെയാണ്, അല്ലെങ്കിൽ 10-ാം തീയതി റിലീസ്. ഞാനും ഇപ്പം രാവണപ്രഭു കാണാൻ പോവാണ്. ഇറങ്ങുമ്പോ നമ്മളെല്ലാരും ഉറപ്പായിട്ടും പോയി കാണും. എനിക്ക് എന്നുവെച്ചാൽ നമുക്ക് 100% ഉറപ്പാണ്. നമ്മൾ അത്രയും കാത്തിരുന്ന ഒരു സാധനമാണ്. പിന്നെയും റീ റിലീസിന് വേണ്ടിയൊക്കെ നമ്മളും നോക്കിയിരുന്ന ഒരു സാധനം. അപ്പം ഞങ്ങളുടെ ടീമിലെ മിക്ക ആൾക്കാരും എനിക്ക് വന്നത് പോയി കണ്ടു. അപ്പൊ ഇനി നമ്മൾ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ സിനിമ എല്ലാരും വന്ന് കാണണം, നിങ്ങൾ അതിന് പോകരുത്. അങ്ങനെയില്ല. ഈ പ്രൈവറ്റ് ഇറങ്ങിയത് അറിയാത്തതിന്റെയും കൂടെ ഒരു വിഷയമുണ്ട്. അല്ല, അത് ഞാൻ പറയുന്നത് അത് കൊളോട്ട് ചെയ്ത രീതി ഈ സിനിമാ പ്രവർത്തകർക്കെതിരെ മീനാക്ഷി സംസാരിച്ചു എന്നുള്ള രീതിയിലും കൂടിയാണ്. അതായത് ഇതിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഒന്നിച്ചു നിന്ന് സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ല, പിന്നെ ആരുടെ ഭാഗത്താണ് വീഴ്ച മീനാക്ഷി? ഇതൊരു വീഴ്ചയാണല്ലോ. സിനിമാ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ആളുകൾക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു വീഴ്ചയാണ്. അത് നിങ്ങളുടെ ടീമിൽ അല്ലെങ്കിൽ ക്രൂവിൽ നിന്നുണ്ടാവുന്ന ഒരു വീഴ്ചയാണ്. ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം വളരെ പ്രോമിനന്റ് ആണല്ലോ. കാരണം ഓരോ ആഴ്ചയും അത്രയധികം സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ആ സിനിമകൾ പല പ്രേക്ഷകരും അറിയുന്നില്ല എന്നത് വാസ്തവം കൂടിയാണ്. അപ്പോൾ അറിയിക്കുക എന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പരിപാടിയല്ലേ? ബാധ്യതയാണ്, ഉറപ്പായിട്ടും. അതെ, നമ്മളെ കഴിഞ്ഞും അത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ബാധ്യതയാണ്. ഇത് എങ്ങനെയെങ്കിലും നമ്മൾ പുറത്തെ ആൾക്കാരെ അറിയിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ അതിലിട്ടിരുന്ന പോസ്റ്റ് അതിന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, വളരെ തമാശ രൂപേണ ഞങ്ങളെ വളരെ സൗഹൃദത്തിലുള്ള ആൾക്കാരാണ്. അപ്പം അവരെ ചുമ്മാ കളിയാക്കുന്ന പോലെ ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ്. അല്ലാതെ ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് സംസാരിച്ചതോ അങ്ങനെയൊന്നുമല്ല. ഞാനിത് ഇറങ്ങിയപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് കുറച്ചുകൂടെ ആരെങ്കിലും ഒക്കെ അറിയിക്കായിരുന്നു ഇത്രയും നല്ലൊരു സാധനം എടുത്തു വെച്ചിട്ട്. കാരണം പ്രൈവറ്റ് ഇറങ്ങിയ സമയത്ത് ഇത്രയും നല്ല റിവ്യൂ കിട്ടുന്നില്ല
പോയെങ്കിലും എനിക്ക് ആ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ ഇത്രയും റിവ്യൂ വന്നിട്ട് എല്ലാവരും ഭയങ്കര രസമായിട്ടുണ്ട്, എല്ലാരും ഇത്രയും കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് ഇങ്ങനെ റിവ്യൂ പറയുന്ന സമയത്ത് നമുക്കൊരാഗ്രഹം വരും, ഇത് കുറച്ചുപേരും കൂടെയൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഭയങ്കര സംഭവം ആയേനല്ലോ എന്നൊരാഗ്രഹം. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇത് റിലീസായി എല്ലാരും ഒരു നോർമൽ പടം പോലെ കൊള്ളാം അത്രേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു, നമുക്ക് ഈ ആഗ്രഹം വരില്ലായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ പ്രൈവറ്റ് ഇറങ്ങിയ സമയത്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ കണ്ടിട്ട് നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാണ്, തിയേറ്ററിൽ നിന്നും ഒക്കെ ഇത് കൊള്ളാം, ഇവിടെ ഇതിന് നല്ല റെസ്പോൺസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പല സ്ഥലങ്ങളിലും ഇത് അറിഞ്ഞിട്ടില്ല, പക്ഷെ അറിയുന്ന സ്ഥലങ്ങളിൽ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നു, എല്ലാവരും പിന്നെയും ആൾക്കാർ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പെക്ട് ചെയ്യാത്തൊരു വിഷയമാണ്. അപ്പൊ ആ സമയത്ത് ഞാനും പറഞ്ഞിരുന്നു ഇതിന്റെ ടീമിനോടായാലും ഒക്കെ നമ്മളിത് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യണമായിരുന്നു. പ്രൊമോഷൻ ഇൻ ദ സെൻസ് ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ഇന്ന സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ആൾക്കാരെ അറിയിക്കായിരുന്നു എന്നുള്ള ഒരു കാര്യം. അല്ല മീനാക്ഷി, ഇത് ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഇപ്പൊ ബഡ്ജറ്റ് വൈസ് ഒക്കെ ആയിട്ടാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പൊ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും സിനിമ തന്നെ എടുത്തത്, അപ്പോൾ അതിന് പിന്നാലെ പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അതിന് വേണ്ടിയിട്ട് തുക മാറ്റിവെക്കുക എന്ന് പറയുന്നത് പല നിർമ്മാതാക്കൾക്കും, പ്രത്യേകിച്ച് മലയാളം മൂവി ഇൻഡസ്ട്രിയിലൊക്കെ ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഒരു സിനിമ എടുക്കാൻ തന്നെ കഷ്ടപ്പാടാണ്, അതിൻ്റെ കൂട്ടത്തിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് വീണ്ടും പൈസ ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ പല നിർമ്മാതാക്കൾക്കും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ വെല്ലുവിളികൾ എന്താണ്? ഇപ്പം മീനാക്ഷി ഇതുമായിട്ട് ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് അറിയാമായിരിക്കുമല്ലോ. ഇല്ല, എനിക്കതിന്റെ വെല്ലുവിളികളെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ് ഞാൻ. ജസ്റ്റ് ഇത് ചെയ്തു, പിന്നെ നമ്മൾ ഇതിന്റെ നല്ല റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ കറക്റ്റ് ഇതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിക്കാതിരുന്നത് എന്നതിനെ പറ്റി എനിക്കും കൃത്യമായിട്ടൊരു ധാരണയില്ല, കൃത്യമായിട്ടൊരു ആൻസർ നമ്മുടെ കയ്യിൽ ഇല്ല അതിന് തരാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ന് പറയാൻ പറ്റില്ല, എന്റെ അടുത്തില്ല. പക്ഷെ ഉറപ്പായിട്ടും ഇതിന്റെ ക്രൂവിനോടോ ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളെടുത്ത് ചോദിച്ചാൽ നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടുമായിരിക്കും. എന്തുകൊണ്ടാണ് അവരിത് ചെയ്യാതെ എന്ന് നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. ക്യാപ്ഷൻ പരിപാടി ഉണ്ടല്ലോ, അതായത് മീനാക്ഷി ഫോട്ടോ ഇടുമ്പോഴേക്കും ഫോട്ടോയേക്കാൾ ഉപരി ആളുകൾ നോക്കുന്നത് ക്യാപ്ഷനാണ്. ക്യാപ്ഷനാണ് ഈ ഇൻവേർട്ടഡ് കോമയിൽ ഇടുന്ന കുറച്ച് ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ട്രോളുകളായിരിക്കാം, അല്ലെങ്കിൽ ചില സറ്റാറിക്കൽ സാധനങ്ങളൊക്കെ ആയിരിക്കാം. ഈ ക്യാപ്ഷൻ പരിപാടി ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകാമെന്നതിന്റെ പിന്നിലുള്ള ഇൻസ്പിറേഷൻ ആണ് രമേശ് പിഷാരടി വല്ലതും ആണോ? പിഷാരടിയാണ് കേൾക്കണ്ട. ഇത് രമേശന്റെ ക്യാപ്ഷനുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് നോക്കി കുറച്ചേരം ആലോചിച്ചിരുന്ന ഇത് ശരിയാണല്ലോ, അങ്ങനെ നോക്കണ്ട, ഭയങ്കര രസകരമായിട്ടുള്ള അന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ക്യാപ്ഷനാണ്. പക്ഷെ ഞാൻ ഇടുന്നത് പലപ്പോഴും ചുമ്മാ പ്രാസൊപ്പിച്ചിടുക, അല്ലെങ്കിൽ ആൾക്കാരെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ പറ്റുന്ന രീതിയിൽ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് രമേശ് ചേട്ടന്റെ ആ സൈഡിലുള്ള പരിപാടിയെ അല്ല ഇത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും വിചാരിക്കുന്നത് ഈ ക്യാപ്ഷന് വേണ്ടി നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഒരു പ്രത്യേക ടീം ഇരുന്ന് FB-യിലെ ക്യാപ്ഷനുകൾ എഴുതുകയാണെന്നാണ്. കാരണം എന്റെ FB-യിലെയും ഇൻസ്റ്റഗ്രാമിലെയും ഇപ്പൊ യൂട്യൂബിലെ ഒക്കെ പ്ലാറ്റ്ഫോം മൂന്നും ഡിഫറെന്റ് സാധനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻസ്റ്റഗ്രാമിലെ ഓഡിയൻസ് കംപ്ലീറ്റ്ലി വേറെയാണ്, FB-യിലെ ഓഡിയൻസ് ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് തരംഗമായിട്ട് കാണാറുള്ളത് ക്യാപ്ഷൻ ഉള്ളത്. അതെ, FB-യിലെ ഓഡിയൻസ് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വരുന്ന വർത്താനം പറയാൻ രസമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ വളരെ ഇങ്ങനെ രസമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. അപ്പൊ ഇത് എന്റെ തന്നെ വാക്കുകളല്ല ഈ പറയുന്നത്, വീട്ടിൽ ആരെങ്കിലും ഒക്കെ പറയുന്നത് ഞാൻ എടുത്ത് എഴുതിയിടുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്റെ നടുക്കുള്ള അനിയനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചായ പിടിച്ചോണ്ട് ഇപ്പൊ പുള്ളിയോട് പറഞ്ഞു, ഓ മീനു ടീ ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് വെറുതെ എടുത്ത് FB-യിൽ ഇട്ടു, ഞാൻ ഒരു ചായ പിടിച്ചെക്കുന്ന പടം, എന്നിട്ട് മീനു ടീ എന്നിട്ടു. അപ്പം അതിന്റെയൊക്കെ പുറകിൽ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മളിത് ആരൊക്കെയോ കണ്ടുപിടിക്കുന്ന സാധനങ്ങളാണെന്ന്. പക്ഷെ ഒന്നിനൊന്നുമല്ല, ക്യാപ്ഷന് വേണ്ടി പ്രത്യേകിച്ച് എഫേർട്ടുകളൊന്നും എടുക്കുന്നില്ല. ചുമ്മാ ആരെങ്കിലും ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ മനസ്സിൽ വരുന്ന സാധനം. ഈ കുറെ ദിവസം ഇതുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തന്നെ മനസ്സിൽ ഇങ്ങനെ പ്രാസം ഒപ്പിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും. അത് ക്ലിക്ക് ആവുന്നത് കാണുമ്പോ പിന്നെയും പിന്നെയും ഇടാനൊരു അതെ അത് എന്നെ കഴിഞ്ഞ കൂടുതൽ ഇവിടെ അച്ഛനൊക്കെയാണ്. അച്ഛനൊക്കെ ഇപ്പൊ ഇങ്ങനെ പുതിയ ഓരോന്ന് കണ്ടുപിടിച്ച് എന്നും വരും, ഇത് കൊള്ളാം അല്ലേ, ഇത് ഇട്ട് നോക്കിയാലോ, അങ്ങനെ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അതെ, അത് ചെയ്യുമ്പോഴാണെങ്കിലും അതിന് താഴെ വന്ന് സംസാരിക്കാനായിട്ടും ഇന്നിവിടെ കൂടാം എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോ അത് അത്രയും എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാര്, അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ അങ്ങനെ ഒരു സ്പേസ് ഉള്ളത്. അതെ, ഫേസ്ബുക്കിൽ തന്നെ 1.3 മില്യൺ ഫോളോവേഴ്സ് ആണ്. എന്നാലും മീനാക്ഷി അടിപൊളിയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കമന്റുകൾ വരിക. ആൻഡ് പ്രൈവറ്റിന് എല്ലാവിധ ആശംസകളും. സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ ആൻഡ് സംസാരിക്കപ്പെടട്ടെ, വിഷയത്ത് ആ സിനിമയുടെ കോണ്ടന്റ് കാര്യങ്ങളെല്ലാം സംസാരിക്കപ്പെടട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു മീനാക്ഷി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. രാവിലെ തന്നെ വന്നതിൽ ന്യൂസ് 18-നൊപ്പം ജോയിൻ ചെയ്തതിൽ, വിശേഷങ്ങൾ പങ്കുവച്ചതിൽ, സിനിമയെക്കുറിച്ചും താങ്ക് യു സോ മച്ച്.
താങ്ക് യു. യെസ്, അപ്പോൾ മീനാക്ഷിയാണ് അതിഥിയായിട്ട് എത്തിയത്. മീനാക്ഷിയുടെ പുതിയ ചിത്രമാണ് പ്രൈവറ്റ്. ഇന്നലെയാണ് സിനിമ റിലീസിലെത്തിയത്. അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ രാഷ്ട്രീയവും ഒക്കെയാണ് മീനാക്ഷി സംസാരിച്ചത്. കൂട്ടത്തിൽ മീനാക്ഷിയുടെ ഒരു ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ട്. അത് വളരെ രീതിയിൽ തരംഗമായി മാറാറുണ്ട്, പല ക്യാപ്ഷൻസും. പക്ഷേ നമ്മൾ ഇന്നത്തെ ദിവസം സിനിമാ മേഖലയിൽ, സിനിമയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിവിൻ പോളിയുടെ പിറന്നാളാണ്. ഒക്ടോബർ 11 നിവിൻ പോളിയുടെ 41 വയസ്സാണ്. സത്യം പറയുകയാണെങ്കിൽ നിവിൻ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ സിനിമാ മേഖലയിലേക്ക് വന്ന് അവിടെ നിന്ന് തൻ്റേതായ ഒരു രാജ്യം ക്രിയേറ്റ് ചെയ്ത ഒരു നടനാണ് നിവിൻ പോളി. മലർവാടിയിൽ വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ 2010 വന്ന് ഇപ്പോൾ ഏകദേശം 15-16 വർഷമായി സിനിമാ മേഖലയിൽ നിവിൻ പോളി എത്തി നിൽക്കുന്നു. ബോഡി ഷേമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട നടനും കൂടിയാണ്. 2015 പ്രേമം വന്ന് അത് വലിയ തരംഗമായി മാറി. ഇന്ത്യ ഒട്ടാകെ തന്നെ നിവിൻ പോളിയെ ഫേമസ് ആക്കി മാറ്റി. അതിനിടയിൽ തമിഴ് സിനിമകളിൽ നിവിൻ പോയി അഭിനയിക്കുകയും ചെയ്തു. കുറച്ച് നാളുകളായിട്ട് നിവിൻ മിസ്സിംഗ് ആണെന്നൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട്. അതായത് നിവിൻ്റെ സിനിമകൾ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ബോക്സ് ഓഫീസിൽ ഒരു രീതിയിലേക്ക് മാറുന്നു, ബോഡി ഷേമിംഗ് കളിയാക്കലുകൾ നേരിടേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഞാൻ പറയുന്നു പ്രേക്ഷകരെ, നിവിൻ പോളിയുടെ ഒരു വലിയ തിരിച്ചുവരവ് വരാനിരിക്കുകയാണ്, നിങ്ങൾ കാണാൻ ഇരിക്കുകയാണെന്നുള്ളതാണ്. കയ്യിൽ ഒരു പിടി ചിത്രങ്ങളാണ്. ഇപ്പോൾ നയൻതാരയുടെ ഒപ്പം ഡിയർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു സിനിമ തുടങ്ങി പല സിനിമകളും നിവിൻ പോളിയുടെ ലൈനപ്പിലുണ്ട്. അങ്ങനെ തൻ്റെ ബോഡി ട്രാൻസ്ഫോർ ഇപ്പോൾ നിവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ്. അപ്പോൾ അതിൻ്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് കുറച്ച് നാളുകൾ മുമ്പ് നടന്നു. ഇപ്പോൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നിവിൻ്റെ കയ്യിൽ ഒരു പിടി മികച്ച ചിത്രങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട്. നിവിൻ്റെ ഒരു 2.0 വേർഷനൊക്കെ പ്രേക്ഷകർ കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നിവിൻ്റെ ലൈനപ്പ് സത്യം പറഞ്ഞാൽ കൊതിപ്പിക്കുന്നതാണ്. ഏതൊരു യുവനടനെയും കൊതിപ്പിക്കുന്ന ഒരു ലൈനപ്പാണ് നിവിൻ പോളിയുടെ കൈവശമുള്ളത്. അങ്ങനെ നിവിന് എല്ലാവിധ ആശംസകളും ന്യൂസ് 8ൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. തുടർന്നും നമ്മളെ ഞെട്ടിക്കുക പല പ്രകടനം കൊണ്ട്. ഇപ്പോൾ കുട്ടിത്തമായാലും ഇപ്പോൾ മൂത്തോൻ പോലുള്ള കഥാപാത്രമായാലും. അങ്ങനെ പെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ വിദഗ്ധരുടെ അന്താരാഷ്ട്ര സമ്മേളനം ഫീറ്റോമാറ്റ് 2025 ഇന്നും നാളെയുമായി തിരുവനന്തപുരം ഓബൈ താമരയിൽ നടക്കും. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി 250ഓളം ആരോഗ്യ വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇംഗ്ലണ്ടിലെ റോയൽ കോളേജ് ഓഫ് ഒബ്സ്ട്രിഷ്യൻസ് ആൻഡ് ഗൈനക്കോളജി സ്റ്റുമായി സഹകരിച്ച് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മെഡിസിൻ വിഭാഗവും ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗവും സംയുക്തമായാണ് ദ്വിദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മാതൃശിശു ആരോഗ്യരംഗത്തെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ചും ഹൈറിസ്ക് ഗർഭധാരണ കേസുകളിൽ മൾട്ടി ഡിസിപ്ലിനറി പരിചരണത്തിന്റെ പങ്കും വിദഗ്ധർ ചർച്ച ചെയ്യും. ഈ ഗവൺമെന്റ് നടത്തിയാലും പ്രൈവറ്റ് സെക്ടർ നടത്തിയാലും ഹെൽത്ത് കെയറിനൊരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ് നടത്തുന്നത് ഫ്രീ ആയിട്ടല്ല, പ്രൈവറ്റ് സെക്ടർ നടത്തുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മീഡിയയ്ക്കും പേപ്പറിനും അതേപോലെ തന്നെ പബ്ലിക്കിനും എല്ലാം ഉണ്ടാകണമെന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാര്യം വെച്ചാൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത് പബ്ലിക് മണി ത്രൂ ദ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് മെനി ടൈംസ് ഇറ്റ് ഈസ് നോട്ട് ആസ് എഫിഷ്യൻറ്റ് ആസ് ദ പ്രൈവറ്റ് സെക്ടർ സ്പെൻഡിങ്. ആൻഡ് ദ പ്രൈവറ്റ് സെക്ടർ കമ്പാരിറ്റീവ്ലി സ്പീക്കിംഗ് മോർ എഫിഷ്യൻ്റ്ലി ക്യാൻ സ്പെൻഡ് ദ സെയിം മണി മോർ ഇഫക്റ്റീവ്ലി. അപ്പോൾ ഇതിനാണ് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എപ്പോഴും വേണമെന്ന് പറയാറ്. നമ്മൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും മൊത്തമായിട്ട് തന്നെ പലയിടത്തും പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പല സ്റ്റേറ്റ്സിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പല വിധത്തിലും അങ്ങനെ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയറിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് ഈ പാർട്ടിസിപ്പേഷനും കൊളാബറേഷനും കൊണ്ട് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അപ്പോൾ നമ്മൾ വാർത്തകൾ ഒരു സ്റ്റെപ്പ് ഒന്ന് ബാക്കോട്ട് വയ്ക്കുകയാണ്. നമ്മളൊരു സ്പെഷ്യൽ ഡേ സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്. ആരൊക്കെ ഏതൊക്കെ ദിവസങ്ങളാണ് ആചരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. കൊല്ലം ചവറയിലുള്ള അദ്വൈക NS വീട്ടുകാർ പൊന്നു എന്നാണ് വിളിക്കുന്നത്. ഇന്ന് 12ാം പിറന്നാൾ അദ്വൈക ആഘോഷിക്കുകയാണ്. ഷിജു, നിത്യ എന്നിവരുടെ മകളാണ് അദ്വൈക. എന്തായാലും അദ്വൈക ഹാപ്പി ബർത്ത്ഡേ. ന്യൂസ് 8ൻ്റെ ഭാഗത്തു നിന്നും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. കുളത്തൂർ കിഴക്കും കൈയിലുള്ള ആദിലക്ഷ്മിയുടെ 7ാം പിറന്നാൾ ആണെന്ന് അച്ഛൻ ബിജു, അമ്മ ദീപ്തി എന്നിവരാണ് ആശംസകൾ അറിയിക്കുന്നത്. അവരോടൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. ആദിലക്ഷ്മി, ഹാപ്പി ബർത്ത്ഡേ. ഇടുക്കി ആനക്കരയിലെ എബി ആഷ്മി ദമ്പതികളുടെ കുഞ്ഞ് ആഡ്രിയേൽ ജോ എബിയുടെ മാമോദിസയാണ് ഇന്ന്. അപ്പോൾ മാമോദിസ ചടങ്ങൊക്കെ ഇന്ന് നടക്കും ആഡ്രിയേലിൻ്റെത്. ആഡ്രിയേലെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ആഡ്രിയേലിന്.
യെസ്, അങ്ങനെ രാവിലെയുടെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ദിവസം രാഷ്ട്രീയപരമായി വളരെയധികം പ്രധാനമായിട്ടുള്ളൊരു ദിവസവും കൂടിയാണ് ഇന്നെന്നുള്ളത് പ്രേക്ഷകരെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് രാവിലെ അവസാനിപ്പിക്കുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.